നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി, പ്രത്യേകിച്ചും ഈ വിമർശനങ്ങളും വിവാദങ്ങളും വന്നതിന് ശേഷമുള്ള ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും സമാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്. പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ്. രാഹുൽ ഗാന്ധി ആരോപണങ്ങളുടെ മുൾമുനയിലേക്ക് വീഴുന്നതിനിടെ ഓഗസ്റ്റ് 24-ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലിട്ട കുറിപ്പാണ് ഇത്. രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് പ്രത്യക്ഷമായി പറയുന്നത് എങ്കിലും തന്റെ അവസ്ഥ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് ശേഷം സെപ്റ്റംബർ 3-ന് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് കസ്റ്റഡി മർദ്ദനം നേരിടേണ്ടി വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ കുറിച്ചായിരുന്നു അടുത്ത പോസ്റ്റ്. സെപ്റ്റംബർ 5-ന് തിരുവോണാശംസകൾ നേർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. സെപ്റ്റംബർ 11-ന് അന്തരിച്ച PP തങ്കച്ചന് ആദരാഞ്ജലികൾ അറിയിച്ചു. അടുത്ത ദിവസം വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖം മൂടിയും കയ്യാമവും വെച്ച് കൊണ്ടുപോയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ ദിവസങ്ങളിലൊന്നും പഴയതുപോലെ മുഖ്യമന്ത്രിക്ക് CPM-നും എതിരെ തുറന്ന വിമർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ചൊവ്വാഴ്ച സ്ഥിതി വ്യത്യസ്തമായിരുന്നു. തിങ്കളാഴ്ച VD സതീശന്റെ എതിർപ്പിനെ മറികടന്ന് നിയമസഭയിലെത്തിയ രാഹുൽ അധിക നേരം ഇരുന്നില്ല എങ്കിലും താൻ പ്രതിഷേധം ഭയന്ന് പിന്തിരിയുന്നതല്ല എന്ന സന്ദേശമാണ് നൽകാൻ ശ്രമിച്ചത്. ഭരണപക്ഷം വലിയ പ്രതിഷേധത്തിന് മുതിരും മുമ്പ് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച സഭയിലെത്താതെ പാർട്ടിയോട് കലഹിക്കാനില്ല എന്ന സൂചനയും നൽകി. ഇടവിട്ട ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ ഹാജരാകാനും സാധ്യത ഉണ്ട്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുജിത്ത് 11 കേസുകളിൽ പ്രതി എന്ന മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാനാണ് രാഹുൽ ചൊവ്വാഴ്ച പോസ്റ്റിട്ടത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മുൻകാലത്തെ പോലെ വീണ്ടും സർക്കാരിനെയും മുഖ്യമന്ത്രിയും എതിരെ ആഞ്ഞടിച്ചതിന് ഒപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകുമെന്ന സൂചനയും നൽകി. സ്റ്റേഷനിൽ പ്രതി ആയതുകൊണ്ട് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കാൻ ഒരു മാനദണ്ഡം അല്ലയോ എന്നാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. രാഹുലിന്റെ പോസ്റ്റ് നോക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ്. അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഈ സർക്കാരിന് എതിരെ സമരം ചെയ്തതിന്റെ പേരിൽ 100-ൽ അധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസിൽ. അത് രാഷ്ട്രീയ കേസുകളാണ്. അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ. ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നല്ലോ. അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ? അങ്ങേ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ MLA-മാർ പ്രതികളല്ലേ? അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ? രാഹുൽ പാലക്കാടേക്ക് നിയമസഭയിൽ ഹാജരായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉടൻ തന്നെ പാലക്കാടേക്ക് എത്തും എന്ന് പറയുന്നതിന് മുൻപാണ് ഈ ഒരു പോസ്റ്റ് സജീവമാകുന്നത്. അങ്ങനെ ചോദിക്കുമോനെ എന്നടക്കമുള്ള കമന്റുകളാണ് ഇപ്പോൾ രാഹുലിന്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയമസഭയിൽ ഹാജരായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് ശനിയാഴ്ച എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ CPM-ഉം BJP-യും അദ്ദേഹത്തിന്റെ വരവിനെ എന്നും ആണ് പറയുന്നത്. ഈ കാഴ്ച തന്നെ മണ്ഡലത്തിൽ എത്താനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിക്കുന്നത്. MLA മണ്ഡലത്തിൽ എത്തിയില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഫണ്ട് അനുവദിച്ച വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി K. രാജൻ പങ്കെടുത്ത റവന്യൂ അസംബ്ലിയിൽ മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പിട്ട നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുന്നത് സംബന്ധിച്ച വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അറിയിച്ചു. പാർട്ടിയിൽ നിന്ന് KPCC സസ്പെൻഡ് ചെയ്തതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്വതന്ത്ര MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് R. ജയദേവൻ മുന്നറിയിപ്പ് നൽകി. ഒരു പൗരൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എവിടെ വേണമെങ്കിലും പോകാം. എന്നാൽ പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയാൽ ഇതുവരെ കാണാത്ത പ്രതിഷേധം DYFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. MLA ഓഫീസ് പരിസരത്ത് പ്രതിഷേധമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വേണ്ടാത്ത ഒരാളെയാണ് പാലക്കാട്ടുകാരുടെ ജനപ്രതിനിധിയായി കെട്ടിവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു.